ഗുഡ് മോർണിംഗ് ടു ഓൾ. കുഞ്ഞുങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. നമ്മുടെ ജി എസ് ടിയുടെ അകത്തെ ഒരു പ്രധാനപ്പെട്ട ടേം തന്നെയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നമുക്ക് നോക്കാം എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ജി എസ് ടി നൽകിയിരിക്കുന്ന നിർവചനമെന്ന്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർ ISD മീൻ ആൻഡ് ഓഫീസ് ഓഫ് ദി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് which receive tax invoices toward the receipt of input service and issue prescribed document for the purpose of distributing the credit of central tax, state tax, union territory tax or integrated tax. അതായത് യൂണിയൻ ടെറിട്ടറി ടാക്സ് അനുസരിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ സെൻട്രൽ ടാക്സ് അനുസരിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് അനുസരിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് അനുസരിച്ചായിക്കോട്ടെ, ഒരു ഓഫീസ് അവരുടെ ബ്രാഞ്ച് ഓഫീസിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണം വഴി അടച്ചു വയ്ക്കുന്ന ടാക്സ് എമൗണ്ട് വിതരണം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തികളെ വിളിക്കുന്ന പേരായിരിക്കും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ചുരുക്കരൂപം പറയാം. ഏതെങ്കിലും നമ്മുടെ GST പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം വഴി ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ ഈ CGST ആക്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് അനുസരിച്ച് എന്താണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കുകയും അതുപോലെ തന്നെ എന്താണ് അവർ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ബില്ലുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ്സ് അഥവാ നമ്മളുടെ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്രാഞ്ച് ഓഫീസുകൾക്കോ അല്ലെങ്കിൽ ഇവർക്ക് എടുക്കാൻ വേണ്ടി ഈ ഹെഡ് ഓഫീസ് ആർക്കാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അർഹമായത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ടാക്സ് അടച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ടാക്സ് പേയിങ് ഡ്യൂട്ടി പേയിങ് ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഡെഫിനേഷൻ്റെ ചുരുക്കരൂപം. ഇനി നമുക്ക് നോക്കാം ആരായിരിക്കാം ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്നത് എന്താണ്, അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടി വാസ്തവത്തിൽ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുകയും ആ വിതരണം വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെക്കുന്ന ടാക്സ് എമൗണ്ട് വാസ്തവത്തിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസിനാണ് അർഹതപ്പെട്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്ത് ബ്രാഞ്ച് ഓഫീസുകൾക്ക് അർഹമായ രീതിയിൽ വിതരണം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇൻപുട്ട് ക്ലെയിം അല്ലെങ്കിൽ ITC ആർക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നു, നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് നമ്മുടെ ഹെഡ് ഓഫീസുകാർ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നു. ആ രീതിയിൽ വിതരണം ചെയ്ത് കൊടുക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കാര്യം മനസ്സിലാക്കേണ്ടത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കുന്നത് അവർ ഈ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടി ഗുഡ്സിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുമ്പോഴല്ല, പിന്നെ ഏതിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുമ്പോഴാണ്, ഇൻപുട്ട് സർവീസിൻ്റെ വിതരണത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ഇപ്പോൾ അത് സാറ് മുന്നോട്ട് വരുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഏറ്റവും എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇൻപുട്ട് സർവീസ് എന്നാണ്. ഇൻപുട്ട് സർവീസിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: ഇൻപുട്ട് സർവീസ് ആർ സർവീസ് വിച്ച് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അതായത് ഏതെങ്കിലും ഒരു ഹെഡ് ഓഫീസ് അവരുടെ ബ്രാഞ്ച് ഓഫീസുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും ഒരു സർവീസ് പർച്ചേസ് ചെയ്യുകയും അതുവഴി ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ടാക്സ് അടച്ചു വെക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കുന്ന ഏത് സർവീസസ് പർച്ചേസ് ചെയ്യുമ്പോഴാണോ ആ സർവീസിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതൊരു ബിസിനസ്സുകാരനുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഹെഡ് ഓഫീസ് ഉണ്ട്. ആ ഹെഡ് ഓഫീസിൻ്റെ കീഴിൽ കുറച്ച് ബ്രാഞ്ച് ഓഫീസുകൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഓഫീസുകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സർവീസ് ഈ ഹെഡ് ഓഫീസുകാർ പർച്ചേസ് ചെയ്യുകയും അതുവഴി ഗവൺമെൻറ്റിലേക്ക് അവർ ടാക്സ് അടച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രീതിയിൽ അടച്ചു വെക്കുന്ന ടാക്സ് എമൗണ്ട് ഈ ബ്രാഞ്ച് ഓഫീസിന് എന്ത് ചെയ്യാൻ പറ്റും,
ITC ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് ഓഫീസുകാർക്ക് വേണ്ടി ഈ ഹെഡ് ഓഫീസ് ആരാണ് ഈ സർവീസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ഹെഡ് ഓഫീസുകാർ തന്നെ എന്ത് ചെയ്യുന്നു ITC ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു. അത് ഏത് ബ്രാഞ്ച് ഓഫീസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് ഓഫീസിൻ്റെ ഏത് ബ്രാഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ് പ്രവർത്തനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണോ ആ ബ്രാഞ്ച് ഓഫീസുകാർക്ക് ഈ ഹെഡ് ഓഫീസുകാർ ആ ITC എമൗണ്ട് എന്ത് ചെയ്യുന്നു ഗവൺമെൻറ് കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്ത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു, വിതരണം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 2 ക്ലൗസ് 63 പ്രകാരം. ഇൻ എ സിമ്പിൾ വേർഡ്സ് ITC മീൻസ് അറ്റ് ദ ടൈം ഓഫ് പേയിങ് ടാക്സ് ഓൺ സെയിൽ യു ക്യാൻ റെഡ്യൂസ് ദ ടാക്സ് യു ഹാവ് ഓൾറെഡി പെയ്ഡ് ഓൺ പർച്ചേസ്. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഒരു ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്ത് മുഖേന ഗവൺമെൻറ്റിലേക്ക് ഒരു ടാക്സ് അടച്ചു. ആ ഗുഡ്സോ സർവീസോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടും ഇദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് മുഖേന അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് അയാൾക്ക് തിരിച്ച് കിട്ടുകയും പർച്ചേസ് മുഖേന അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്നതെങ്കിൽ, അതായത് ആ സെയിം ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഒരു ഗുഡ്സിന് അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലും ഈ ഗുഡ്സ് കസ്റ്റമർ വിട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ഇദ്ദേഹം കൂടുതൽ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇദ്ദേഹത്തിന് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. ആ ഒരു വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഇദ്ദേഹം പർച്ചേസ് വഴി ഒരു ഗുഡ്സോ സർവീസോ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് കുറവും, ദെൻ എന്ത് ചെയ്യുന്നു, ഈ ഗുഡ്സോ സർവീസോ ഇദ്ദേഹം ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റിട്ട് ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് കൂടുതലുമാണെങ്കിൽ പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സും സെയിൽ വഴി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ഔട്ട്പുട്ട് ടാക്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് സെയിൽസ് ടാക്സ് എമൗണ്ടിൽ നിന്നും പർച്ചേസ് വഴി അടച്ചു വെച്ചേക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് കുറയ്ക്കുകയും ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്നല്ലേ കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത് ആ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ടാക്സ് പേയറുടെ ലയബിലിറ്റി കുറയ്ക്കുന്ന ഇതൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ രണ്ട് ബ്രാഞ്ച് ഓഫീസുകളിലും അഥവാ യൂണിറ്റ് എയിലും അതുപോലെ തന്നെ യൂണിറ്റ് ബിയിലും പ്രൊഡക്ഷൻ ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് മിൽക്ക് പൗഡറാണ്. ഓക്കെ, അപ്പോൾ വാസ്തവത്തിൽ എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബ്രാഞ്ചുള്ള XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അങ്ങ് വഡോദരയിലും അതുപോലെ തന്നെ മുംബൈയിലും എന്തുണ്ട് 2 ബ്രാഞ്ചുകളുണ്ട്. അവിടെ ഇതൊരു മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും, മിൽക്ക് പൗഡർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും അതാത് സ്റ്റേറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയോ അതല്ലെങ്കിൽ മിൽക്ക് പൗഡർ പർച്ചേസ് ചെയ്യുന്നു, അതിന് വേണ്ട റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവർ ഈ റോ മെറ്റീരിയൽ ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് കസ്റ്റമറിന് വിൽക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഈ രണ്ട് ബ്രാഞ്ച് ഓഫീസുകാർ യൂണിറ്റ് എ ആയിക്കോട്ടെ യൂണിറ്റ് ബി ആയിക്കോട്ടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുകയും അവർ ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറിന് വിൽക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് വേണമെങ്കിൽ ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അടച്ചു വെച്ചേക്കുന്ന ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് റോ മെറ്റീരിയൽസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ ഈ സെയിം പ്രൊഡക്റ്റ് ഈ മിൽക്ക് പൗഡർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കസ്റ്റമറിന് വിൽക്കുമ്പോൾ കസ്റ്റമർ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടുമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് അവരവരുടെ ബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ് നടത്തി വരുന്നത്. എന്നാൽ XYZ എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനിയുടെ യൂണിറ്റ് എയുടെയും യൂണിറ്റ് ബിയുടെയും ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഈ ഹെഡ് ഓഫീസിൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ഒന്നും ചെയ്യുന്നില്ല. ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് യൂണിറ്റ് എയും അതുപോലെ തന്നെ യൂണിറ്റ് ബിയും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഈ രണ്ട് യൂണിറ്റുകളെയും മാനേജ് ചെയ്യുക എന്നതാണ് ഈ ഹെഡ് ഓഫീസിൻ്റെ ചുമതല. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ രണ്ട് ഹെഡ് ഓഫീസ് ചെയ്യുന്നില്ല. ഹെഡ് ഓഫീസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസോ വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ രണ്ട് യൂണിറ്റുകളുടെയും പ്രൊമോഷന് വേണ്ടി യൂണിറ്റ് എയുടെയും അതുപോലെ തന്നെ യൂണിറ്റ് ബിയുടെയും ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി കേരളത്തിലെ ഹെഡ് ഓഫീസായ XYZ ലിമിറ്റഡ് എന്ത് ചെയ്തു, ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തി. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് പർച്ചേസ് ചെയ്തത് ഒരു അഡ്വർടൈസിങ് ഏജൻസിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിലെ ഹെഡ് ഓഫീസായ XYZ ലിമിറ്റഡ് എന്ന് പറയുന്നത് അവരുടെ തന്നെ ബ്രാഞ്ച് ഓഫീസുകളായ യൂണിറ്റ് എയുടെയും യൂണിറ്റ് ബിയുടെയും
അവരുടെ മിൽക്ക് പൗഡർ പ്രൊഡക്ഷൻ്റെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ യൂണിറ്റ് എയുടെയും യൂണിറ്റ് ബിയുടെയും ബിസിനസ്സിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഈ ഹെഡ് ഓഫീസ്, കേരളത്തിലെ ഹെഡ് ഓഫീസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് സർവീസ് പർച്ചേസ് ചെയ്തു. ഓക്കെ, അത് കേരളത്തിലെ തന്നെ ഒരു അഡ്വർടൈസിങ് ഏജൻസിയുടെ കയ്യിൽ നിന്നാണ് ഈ സർവീസ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഉദാഹരണം അറിയാം. നമ്മുടെ കെ എഫ് സി എന്ന് പറയുന്നത് അമേരിക്കയിലെ വലിയൊരു കമ്പനിയാണ്. ദെൻ അവർക്ക് കെ എഫ് സി എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയൊരു കമ്പനിയാണ്. അവരുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണെന്ന് കരുതുക. ഓക്കെ, അവരുടെ ബ്രാഞ്ചുകൾ ഇങ്ങ് കൊച്ചിയിലുമുണ്ട്, അതുപോലെ തന്നെ അങ്ങ് മൂന്നാറും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അവരുടെ ഈ പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷൻ, ഈ മൂന്നാറിലുള്ള ബിസിനസ് പേയ്മെൻറ്റും അതുപോലെ തന്നെ അങ്ങ് കൊച്ചിയിലുള്ള ബിസിനസ് പേയ്മെൻറ്റും പ്രൊമോഷന് വേണ്ടി അഡ്വർടൈസ്മെൻ്റൊക്കെ നടത്തുന്നത് ഡൽഹിയിലുള്ള ഒരു ഹെഡ് ഓഫീസിൽ നിന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൽഹിയിൽ നിന്നുള്ള ഹെഡ് ഓഫീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ അവരുടെ പ്രൊഡക്റ്റുകൾ, അവരുടെ ബിസിനസ് സ്ഥാപനം, അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റൊക്കെ നടത്തുന്നവരായിരിക്കും ഈ ഹെഡ് ഓഫീസ് ആയിരിക്കും നടത്തുന്നത്. അല്ലാണ്ട് കെ എഫ് സിയുടെ കേരളത്തിലെ ബ്രാഞ്ച് കൊച്ചിയിലെ ബ്രാഞ്ച് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മൂന്നാറിലെ ബ്രാഞ്ച് ഓഫീസിൽ നിന്നോ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ രീതിയിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ബിസിനസ് സ്ഥാപനം അവരുടെ 2 ബ്രാഞ്ച് ഓഫീസുകളായ യൂണിറ്റ് എയുടെയും യൂണിറ്റ് ബിയുടെയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റായ മിൽക്ക് പൗഡറിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നു. അതിന് അവരൊരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയെ സമീപിക്കുന്നു. ഓക്കെ, അവർ അഡ്വർടൈസ്മെൻറ്റ് നടത്തി. അഡ്വർടൈസ്മെൻറ്റ് മൊത്തത്തിലുള്ള ചിലവെന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപയാണ് ടാക്സിബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ 50,000 രൂപ ടാക്സ് എമൗണ്ടും പേ ചെയ്തു. അതായത് ഹെഡ് ഓഫീസ് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഹെഡ് ഓഫീസ് അഡ്വർടൈസിങ് ഏജൻസിക്ക് കയ്യിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് സർവീസ് പർച്ചേസ് ചെയ്തേക്കുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും അതുവഴി ഗവൺമെൻറ്റിൽ അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വാസ്തവത്തിൽ ആർക്ക് അർഹതപ്പെട്ടതാണ്? നമ്മുടെ ഹെഡ് ഓഫീസിന് അർഹതപ്പെട്ടതല്ല. കാരണം ഇത് ആരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്? യൂണിറ്റ് എയുടെയും അതുപോലെ അതേ ഹെഡ് ഓഫീസിൻ്റെ കീഴിലുള്ള 2 ബ്രാഞ്ച് ഓഫീസുകളായ യൂണിറ്റ് എയുടെയും യൂണിറ്റ് ബിയുടെയും പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു, ഒരു സർവീസ് പർച്ചേസ് ചെയ്തു. ആ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന സർവീസിന് എന്ത് ചെയ്തു, ആ ഹെഡ് ഓഫീസ് ടാക്സ് എമൗണ്ട് പേ ചെയ്യുകയും ചെയ്തു. വാസ്തവത്തിൽ ആ പർച്ചേസ് ചെയ്തപ്പോൾ, ആ സർവീസ് പർച്ചേസ് ചെയ്തപ്പോൾ ഹെഡ് ഓഫീസ് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് വാസ്തവത്തിൽ ആ ബ്രാഞ്ച് ഓഫീസുകൾക്കാണ് അർഹതപ്പെട്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഈ അർഹതപ്പെട്ട ബ്രാഞ്ച് ഓഫീസുകൾക്ക് നൽകുന്ന വ്യക്തിയായ ഈ ഹെഡ് ഓഫീസിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥമാക്കുന്നത് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്നും ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹരായ ബ്രാഞ്ച് ഓഫീസുകൾക്ക് ഏത് രീതിയിലാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആ ITC വിതരണം ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഫസ്റ്റോ അപ്പോൾ ഹെഡ് ഓഫീസ് അവർ ഗവൺമെൻറ്റിലേക്ക് സർവീസ് പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ITC ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കുകയും അത് ബ്രാഞ്ച് ഓഫീസിന് വീതം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാഞ്ച് ഓഫീസുകളുടെ കഴിഞ്ഞ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇവിടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവർ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് വഴി അടച്ചു വെച്ചേക്കുന്ന 50,000 രൂപ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് എ എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫീസിൻ്റെ യൂണിറ്റ് ബി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫീസിൻ്റെയും അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഏതോ ആ അഗ്രിഗേറ്റീവ് ടേൺ ഓവറുടെ റേഷ്യോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഗവൺമെൻറ് ഈ 50,000 രൂപ ഈ 2 ബ്രാഞ്ച് ഓഫീസുകൾക്കും വീതം വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ XYZ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള യൂണിറ്റ് എക്ക് 3 ലക്ഷം രൂപ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഉണ്ട്. യൂണിറ്റ് ബിക്ക് 2 ലക്ഷം രൂപ എന്തുണ്ട്, അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ ഈ 50,000 രൂപ വീതം വെച്ച് കൊടുക്കുന്നത് 3:2 എന്ന് പറയുന്ന അനുപാതത്തിലായിരിക്കും വീതം വെച്ച് കൊടുക്കുന്നത്. അതായത് 50,000 രൂപ ഇൻറ്റു 3/5 എന്ന് പറയുന്ന അന്നേരം കിട്ടുന്ന എമൗണ്ട് എത്രയോ അതായിരിക്കും യൂണിറ്റ് എക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്. നമ്മുടെ യൂണിറ്റ് ബിക്ക് കിട്ടുന്ന എങ്ങനെയായിരിക്കും, 50,000 ഇൻറ്റു 2/5 അന്നേരം കിട്ടുന്ന എമൗണ്ട് എത്രയോ അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷൻ എത്രയോ ITC എമൗണ്ടിൻ്റെ അതായിരിക്കും യൂണിറ്റ് ബിക്ക് കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ ഹെഡ് ഓഫീസുകൾക്ക് അതായത് ITC വിതരണം ചെയ്ത് കൊടുക്കുന്ന ഹെഡ് ഓഫീസിന് അവരുടെ ബ്രാഞ്ച് ഓഫീസിൻ്റെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ അറിയില്ല എന്ന് സങ്കല്പിക്കുക. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെഡ് ഓഫീസിന്
ഇൻപുട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർത്തിച്ചിരിക്കുന്ന നമ്മുടെ ഹെഡ് ഓഫീസിന് എന്തറിയത്തില്ല, നമ്മുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്ന ഈ ITC വിതരണം ചെയ്തു കൊടുക്കുന്ന ബ്രാഞ്ച് ഓഫീസുകളുടെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ അറിയില്ലെന്ന് കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് എടുക്കുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആ രീതിയിൽ ആ ഒരു സന്ദർഭം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഓഫ് XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കീഴിലുള്ള ഈ 2 ബ്രാഞ്ച് ഓഫീസിലെ യൂണിറ്റ് എയുടെ മാത്രം പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 3 ലക്ഷം രൂപയെന്നറിയാം. എന്നാൽ യൂണിറ്റ് ബിയുടെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു എമൗണ്ട് വീതം വെച്ച് കൊടുക്കൽ നടക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രൊസീഡിംഗ് ഇയറിലെ ക്വാർട്ടർ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് വീതം വെച്ച് കൊടുക്കുന്നത്. XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ITC ആയിട്ട് ക്ലെയിം ചെയ്തേക്കുന്ന 50,000 രൂപ ഈ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 50,000 രൂപ ITC ക്ലെയിം ചെയ്യാൻ പറ്റി. അഥവാ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് 50,000 രൂപ ക്ലെയിം ചെയ്യാൻ പറ്റി. ആ 50,000 രൂപ എന്താണ്, നമ്മുടെ 2 ബ്രാഞ്ച് ഓഫീസുകൾക്കായിട്ട് വീതം വെച്ച് കൊടുക്കണം, യൂണിറ്റ് എയ്ക്കും യൂണിറ്റ് ബിക്കും. പക്ഷേ എന്ത് ഇവർക്കറിയത്തില്ല, ഇവർക്ക് കഴിഞ്ഞ കൊല്ലത്തെ പ്രൊസീഡിംഗ് ഇയറിലെ ഈ 2 ബ്രാഞ്ച് ഓഫീസിൻ്റെയും കഴിഞ്ഞ കൊല്ലത്തെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ അറിയത്തില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രൊസീഡിംഗ് ഇയറിലെ ക്വാർട്ടർ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ബ്രാഞ്ച് ഓഫീസുകൾക്ക് ഇവർക്ക് കിട്ടേണ്ട ITC എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നു. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കൊല്ലം, അതായത് ഒരു കൊല്ലത്തെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറെ അറിയില്ലാത്തേ ഉള്ളൂ. പക്ഷേ എന്താണ്, ഒരു ക്വാർട്ടറിലെ, അതായത് ഒരു കൊല്ലത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്, 4 ക്വാർട്ടറാണുള്ളത് അല്ലേ. അപ്പോൾ ഒരു 3 മാസം കൂടി തന്നെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ച് ഓഫീസിൻ്റെയും ഒരു ക്വാർട്ടറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹെഡ് ഓഫീസ് അവർക്ക് കിട്ടിയേക്കുന്ന ITC ക്ലെയിം ചെയ്ത് കിട്ടിയേക്കുന്ന എമൗണ്ട് ആ ബ്രാഞ്ച് ഓഫീസിന് വീതം വെച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർത്തിക്കുന്ന വ്യക്തി അവരുടെ ബ്രാഞ്ച് ഓഫീസിന് അവർക്ക് കിട്ടിയേക്കുന്ന ITC ക്ലെയിം ചെയ്യാവുന്ന എമൗണ്ട് 2 രീതിയിലാണ് വീതം വെച്ച് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ അവരുടെ ഈ ബ്രാഞ്ച് ഓഫീസുകളുടെ പ്രീവിയസ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയോ അതിൻ്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ, അല്ല എങ്കിൽ ഈ ഒരു കൊല്ലത്തെ അവരുടെ പ്രൊസീഡിംഗ് ഇയറിലെ മൊത്തത്തിലുള്ള അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എമൗണ്ട് അറിയത്തില്ല എങ്കിൽ അവർക്ക് ആ പ്രീവിയസ് ഇയറിൽ അവരുടെ ആ പ്രൊസീഡിംഗ് ഇയറിൽ, ഈ ബ്രാഞ്ച് ഓഫീസുകളുടെ പ്രൊസീഡിംഗ് ഇയറിൽ അവർക്ക് ഒരു ക്വാർട്ടറിൽ എത്രയാണോ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ ഉണ്ടായിരുന്നത്, ആ ഒരു ക്വാർട്ടറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ, ആ റേഷ്യോ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഹെഡ് ഓഫീസ് അഥവാ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായി വർത്തിക്കുന്ന ഈ ഹെഡ് ഓഫീസ് അവർക്ക് ഈ ITC എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെഡ് ഓഫീസ് ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ഇവിടെ ഈ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിലെ ഹെഡ് ഓഫീസ് ഇരിക്കുന്ന കേരളത്തിൽ ഹെഡ് ഓഫീസുള്ള XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ 2 ബ്രാഞ്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. എവിടെയൊക്കെയാണ്, യൂണിറ്റ് എ വഡോദരയിലും യൂണിറ്റ് ബി അങ്ങ് മുംബൈയിലും. എന്നാൽ ഇതിന് വേറൊരു ബ്രാഞ്ച് കൂടി ഉണ്ടെന്ന് സങ്കല്പിക്കുക, യൂണിറ്റ് സി. ഓക്കെ, അപ്പോൾ ഈ 3 ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ഈ ഹെഡ് ഓഫീസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും ഒരു അഡ്വർടൈസ്മെൻറ്റ് സർവീസ് പർച്ചേസ് ചെയ്യുകയും അതുവഴി അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി മുഖേന ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് അടച്ചു വയ്ക്കുകയും ചെയ്തത്. അങ്ങനെ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഈ ഹെഡ് ഓഫീസ് ITS ആയിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ അതിന് അർഹതപ്പെട്ട ബ്രാഞ്ച് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ബ്രാഞ്ചിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണോ ഈ ഒരു ഹെഡ് ഓഫീസ് ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്തി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചത്, ആ ഏത് ബ്രാഞ്ചിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണോ നടത്തിയേക്കുന്നത് ആ ബ്രാഞ്ചിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഹെഡ് ഓഫീസുള്ള ഒരു കമ്പനി അവരുടെ ബ്രാഞ്ച് ഓഫീസായ യൂണിറ്റ് എയുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തിയെന്ന് കരുതുക. അതുവഴിയാണ് ഇവർ ഗവൺമെൻറ്റിലേക്ക് 50,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കണമെന്ന് കരുതുക.
അപ്പോൾ തീർച്ചയായിട്ടും XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ഈ 50,000 രൂപ ITS ആയിട്ട് ക്ലെയിം ചെയ്യുന്നു. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായി XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ യൂണിറ്റ് എക്ക് വേണ്ടി അവരുടെ പ്രൊമോഷന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് നടത്തി അതുവഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ITS ആയിട്ട് ക്ലെയിം ചെയ്യുന്നു. അത് ആർക്ക് കൊടുക്കുന്നു? അത് XYZ ലിമിറ്റഡ് ഏത് ബ്രാഞ്ചിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ്, യൂണിറ്റ് എയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയേക്കുന്നത്, ആ ഒരു ബ്രാഞ്ച് ഓഫീസിന് ഈ എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നു. ബാക്കിയുള്ള യൂണിറ്റുകളായ യൂണിറ്റ് ബിക്കും യൂണിറ്റ് സിക്കും എന്ത് കിട്ടില്ല, ഇവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഇവിടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 3 രീതിയിലുള്ള ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് കരുതുക. എവിടെയൊക്കെയാണ്? യൂണിറ്റ് എയും യൂണിറ്റ് ബിയും യൂണിറ്റ് സിയും. ഇതിൻ്റെ അകത്ത് 2 ബ്രാഞ്ച് ഓഫീസുകളുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തിയേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ബ്രാഞ്ചുള്ള ഈ ഒരു ഈ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവർ എന്താണ് ഗവൺമെൻറ്റിലേക്ക് ഈ മൂന്ന് ബ്രാഞ്ചിൽ 2 ബ്രാഞ്ചുകളുടെ പ്രൊമോഷന് വേണ്ടി എന്ത് ചെയ്തു? ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തി. അതിനുശേഷം അവർ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ITC എമൗണ്ട് അർഹരായവർ ആര് മാത്രമേ ഉള്ളൂ? ഏത് 2 ബ്രാഞ്ചിന് വേണ്ടിയാണോ ഈ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയേക്കുന്നത്, ആ 2 ബ്രാഞ്ചുകൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? ITC എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഈ 2 ബ്രാഞ്ച് ഓഫീസിൻ്റെയും അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയോ, അതായത് പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി 3 ബ്രാഞ്ചുകൾക്കും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹെഡ് ഓഫീസ് ഈ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ 3 ബ്രാഞ്ചുകൾക്കും വേണ്ടിയാണ് എന്ത് നടത്തുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് ഈ 50,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്നതെങ്കിൽ XYZ ലിമിറ്റഡ് ITS ആയിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ ഈ 3 ബ്രാഞ്ച് ഓഫീസുകളുടെയും അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് വിതരണം ചെയ്ത് കൊടുക്കുന്നത്? ഈ ITC ആയിട്ട് ക്ലെയിം ചെയ്ത് കിട്ടിയ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നത് 3 ബ്രാഞ്ച് ഓഫീസിനും. ഓക്കെ, ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ കയ്യിലുള്ള ഈ ITC ആയിട്ട് കിട്ടിയേക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസിന് വീതം വെച്ച് കൊടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കാര്യം, ദ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷാൾ ഡിസ്ട്രിബ്യൂട്ട് ദ ക്രെഡിറ്റ് ഓഫ് CGST either as CGST or IGST by the way of issue of document containing the amount of input tax credit. Similarly, the IGST may be distributed either IGST or CGST. വേറെ ഒന്നുമില്ല, ഈ ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർത്തിച്ചിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ഏത് ടാക്സ് ആക്ട് പ്രകാരമാണോ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചു വെച്ചേക്കുന്നത്, ആ അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ടാക്സ് എന്ന് പറയുന്നത് ഏത് എമൗണ്ടിനെ വാല്യൂ ചെയ്താണോ ഉള്ളത്, ആ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ബ്രാഞ്ച് ഓഫീസുകൾക്കും അവരവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത എമൗണ്ട് ആ ടാക്സ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 5 ലക്ഷം രൂപയുടെ സർവീസ് അവരുടെ 2 ബ്രാഞ്ച് ഓഫീസുകൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു. എന്നിട്ട് എന്താണ് 50,000 രൂപ ടാക്സ് എമൗണ്ട് അടച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ എത്ര രൂപയാണോ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്നത് അത് ഈ രീതിയിൽ അവരടച്ചു വെച്ചേക്കുന്ന ടാക്സിബിൾ വാല്യൂ എത്രയോ ആ ടാക്സിബിൾ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസിന് അവരവർക്ക് അർഹമായ രീതിയിൽ അവരവരുടെ ആ ബ്രാഞ്ച് ഓഫീസുകളുടെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രൊസീഡിംഗ് ഇയറിലെ ക്വാർട്ടർലി ഉള്ള അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലോ അതിൻ്റെ റേഷ്യോയിൽ വീതം വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണമെന്ന്. ദ ക്രെഡിറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ദ റെസിപ്പിയന്റ് എഗൻസ്റ്റ് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ്. അതായത് ഈ ഒരു സർവീസ് ഈ ഒരു ക്രെഡിറ്റ് വിതരണം ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്റിന് അർഹമായ വ്യക്തി അയാൾ നൽകിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കാര്യം, ദ ക്രെഡിറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ റെസിപ്പിയന്റ് എഗൻസ്റ്റ് എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് പ്രിസ്ക്രൈബ്ഡ് ഡീറ്റെയിൽസ്. ഓക്കെ, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് അർഹമായിരിക്കുന്ന വ്യക്തിയുടെ ടാക്സ് പേയിങ് ഡോക്യുമെൻറ്റ് നൽകിയിരിക്കുന്ന
ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരവർക്ക് ആ റിസീപ്പിയൻസിന് ഇൻപുട്ട് ആസ് ക്രെഡിറ്റ് എമൗണ്ട് വീതം വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ. അതായത് ഇവർ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചേക്കുന്ന ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയാണോ ഇവർ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഉള്ളത്, ആ എമൗണ്ട് തന്നെയായിരിക്കും എന്തായിട്ട് കിട്ടുന്നത്, ITC ആയിട്ട് കിട്ടുന്നത്. അതിൽ കൂടുതലുള്ള എമൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. അതായത് ഈ രീതിയിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നിൽക്കുന്ന വ്യക്തി ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപയാണോ ടാക്സ് അടച്ചേക്കുന്നത്, ആ ടാക്സ് അടച്ചേക്കുന്ന എമൗണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹം ടാക്സ് അടച്ചേക്കുന്ന ടാക്സ് അടച്ചതിന് തെളിവായി ഉള്ള ഡോക്യുമെൻറ്റ്സിൽ കാണിച്ചിട്ടുണ്ടാകും. ആ എമൗണ്ടിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ടാക്സ് എമൗണ്ട്, അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ITC ആയിട്ട് കിട്ടിയേക്കുന്ന ഈ എമൗണ്ട് ആർക്കാണോ അർഹമായ റെസിപ്പിയൻസിന് അവർക്കെന്താണ് അവരവരുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും വീതം വെച്ച് കൊടുക്കുന്നു. അത് ഓരോ അർഹരായവരുടെ അഗ്രിഗേറ്റീവ് പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൽ കൂടുകയുമില്ല കുറയുകയുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നൊരു കാര്യം, ഹിയർ ദ റെലവൻറ്റ് പീരീഡ് മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് പ്രിസീഡിംഗ് ദ ഇയർ ഡ്യൂറിംഗ് വിച്ച് ദ ക്രെഡിറ്റ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഇഫ് സം ഓർ ഓൾ റെസിപ്പിയൻസ് ഓഫ് ക്രെഡിറ്റ് ഡു നോട്ട് ഹാവ് എനി ടേൺ ഓവർ ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിംഗ് the year during which the credit is to be distributed, the relevant period means the last quarter of having turnover. അതായത് ഏത് കൊല്ലമാണോ ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വെക്കുന്ന വ്യക്തി, ഏത് കൊല്ലമാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കുന്ന വ്യക്തി അവർക്ക് കിട്ടിയിരിക്കുന്ന ITC എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നത്, അതിന് തൊട്ടു മുമ്പിലത്തെ കൊല്ലം ഉണ്ടായ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിനെയാണ് റെലവൻറ്റ് പീരീഡ് അഥവാ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പ്രൊസീഡിംഗ് ഇയർ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവർക്ക് കിട്ടിയേക്കുന്ന 50,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസായ യൂണിറ്റ് Aക്കും യൂണിറ്റ് Bക്കും അതുപോലെ തന്നെ യൂണിറ്റ് Cക്കും വീതം വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പ്രൊസീഡിംഗ് ഇയറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കൊല്ലം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2021 ആണ് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ കൊല്ലമാണ് XYZ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഈ 50,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അവരുടെ ബ്രാഞ്ച് ഓഫീസുകളായ യൂണിറ്റ് Aക്കും യൂണിറ്റ് Bക്കും യൂണിറ്റ് Cക്കും വീതം വെച്ച് കൊടുക്കണമെന്ന് കരുതുക. അതിന് തൊട്ട് മുമ്പിലത്തെ കൊല്ലം ഏത്, നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ 2020-21 ആണ്. അതിന് തൊട്ട് മുമ്പിലത്തെ ഫിനാൻഷ്യൽ ഏതോ അതാണ് പ്രൊസീഡിംഗ് ഇയർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് റെലവൻറ്റ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുമ്പിലത്തെ പീരീഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും, തൊട്ട് മുമ്പത്തെ പീരീഡ് എന്ന് പറയുന്നത് 2019 to 2020. ഇതാണ് പ്രൊസീഡിംഗ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ITC എടുക്കാൻ അർഹരായ ഏതൊരു ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും എന്തുണ്ടായിരിക്കണം, പ്രൊസീഡിംഗ് ഇയറിൽ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ഒരു വിറ്റുവരവ് ഉണ്ടായിരിക്കണം. അവരുടെ ആ അഗ്രിഗേറ്റീവ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് കിട്ടുന്നത്, അവർക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിൽ നിന്ന് ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രൊസീഡിംഗ് ഇയറിലെ ഒരു ക്വാർട്ടറിലെ അഗ്രിഗേറ്റീവ് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് കിട്ടുന്നത്, അവർക്ക് ITC എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ XYZ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2020-2021 ഫിനാൻഷ്യൽ ഇയറിലാണ് ക്രെഡിറ്റ് എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് യൂണിറ്റ് അവരുടെ യൂണിറ്റായ യൂണിറ്റ് Aക്കും യൂണിറ്റ് Bക്കും. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് Aയുടെയും യൂണിറ്റ് Bയുടെയും പ്രൊസീഡിംഗ് ഇയറായ 2019-2020 കാലഘട്ടത്തിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, അവർക്ക് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിറ്റുവരവ് ഉണ്ടായിരിക്കണം. ആ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ, അവരുടെ അഗ്രിഗേറ്റ് എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വിതരണം ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, റെസിപ്പിയൻറ്റ് ഓഫ് ക്രെഡിറ്റ് മീൻസ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓഫ് സർവീസ് ബോത്ത് ഹാവിംഗ് സെയിം പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആസ് ദാറ്റ് ദ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, ഇതായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ,
അതായത് ചരക്കുകളുടെ സേവനങ്ങളുടെ വിതരണക്കാരൻ. അല്ല എങ്കിൽ രണ്ടിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അർഹനായ വ്യക്തി ഏതോ അതായിരിക്കും ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറുടെ പാൻ കാർഡിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് റെസിപ്പിയൻറ്റ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതിൽ എവിടെയെങ്കിലും മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.